എല്ലാ വീട്ടിലേക്കും ഈ 16 പേജുള്ള ഓരോ പുസ്തകം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നു മുതൽ LDFിൻ്റെ സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഇതുവഴി ചെലവഴിച്ചിട്ടുള്ളത്, ഇതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഇത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായും 16-ാം തീയതി മുതൽ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ഉൾപ്പെടെയുള്ള ഒരാളും സർക്കാരിൻ്റെ ഏതെങ്കിലും നേട്ടങ്ങളോ അവരുടെ പ്രസംഗങ്ങളോ പൊതുപണം ഉപയോഗിച്ച് പ്രചരണം നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി ഓൺലൈൻ വഴി അയച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക്. ആ ഘട്ടത്തിലാണ് ഈ ചൂണ്ടിക്കാണിക്കുന്ന 16 പേജുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ ഡയറക്ടറുടെ പേര് വെച്ച് അദ്ദേഹം പ്രിൻ്റഡ് ആൻഡ് പബ്ലിഷറായിട്ടുള്ള ഈ പുസ്തകം എല്ലാ ബൂത്തിലും ഓരോ ബൂത്തിലും 300 കോപ്പി വീതം, ഒരു ബൂത്തിൽ ശരാശരി 300 വീടാണുള്ളത്, ഒരു ബൂത്തിൽ 300 കോപ്പി വീതം കേരളം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ഇപ്പോൾ കൊണ്ടുവരുന്നത് എൻ്റെ സ്വന്തം ബൂത്തിൽ DCC പ്രസിഡൻറ്റിൻ്റെയും എൻ്റെയും ബൂത്തുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. LDFിൻ്റെ പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥിക്ക് അഭ്യർത്ഥന കൊടുക്കുന്ന പോലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ക്വാഡ് വർക്ക് നടത്തുകയാണ് ഇത് ഉപയോഗിച്ചിട്ട്. ഇത് പൂർണ്ണമായും പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ്. ഇതിനെതിരെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസർക്കും ഔദ്യോഗികമായി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഇത് മുഴുവൻ പിടിച്ചെടുക്കണമെന്നും ഈ വിതരണം ചെയ്തതെല്ലാം പിടിച്ചെടുക്കണം, ഇത് വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ എന്നിവരുടെ പേരിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് നടപടി സ്വീകരിക്കണം, വിതരണം ചെയ്ത ആളുകളുടെ പേരിൽ കൂടി നടപടി സ്വീകരിക്കണം. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് സ്ക്വാഡ് വർക്ക് നടക്കുന്നത് ഓൾ ഓവർ കേരള. ഇതിൽ തന്നെ 48 ലക്ഷം, ഇതിൽ തന്നെ പ്രിൻ്റഡ് ആൻഡ് പബ്ലിഷർ ബൈയിൽ 48 ലക്ഷം. 48 ലക്ഷം എന്നുള്ളത് വെറും ഒരു നമ്പറാണ്. 48 ലക്ഷമല്ല, കോടിക്കണക്കിന് ഇത് അച്ചടിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ സാമ്പത്തിക ഞെരുക്കമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുത്തിട്ടുള്ളതാണ് കേരള ഗവൺമെൻറ്. ജനങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല, കുട്ടികളുടെ സ്റ്റൈഫൻഡ് കൊടുക്കുന്നില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് കൊടുക്കാതെ, അവസാന ഗഡു കൊടുക്കാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സ്തംഭനാവസ്ഥയിലാണ്. ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. 16 പേജുള്ള ഫ്രണ്ട് കവറും ബാക്ക് കവറും ഉൾപ്പെടെ 16 പേജുള്ള ഇത് പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവ് വരും. ഇത് ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. പ്രധാനമന്ത്രി ഓൺലൈൻ വഴിയാണ് പ്രധാനമന്ത്രിയുടെ ഭരണ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രസംഗം ജനങ്ങൾക്ക് അയച്ചു എന്ന് പറഞ്ഞ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് ഓൺലൈൻ വഴിയല്ല, പ്രിൻ്റഡായിട്ട് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും.